വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട, എസ്പെഷ്യലി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട 6 കാറ്റഗറിയിൽ പെടുന്ന ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിലും അതുപോലെ റിസർച്ച് നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ള ബേസിലുമുള്ള ഫുഡ് ഐറ്റംസിനെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അത് പലപ്പോഴും പലതും നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിനും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിനെയൊക്കെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദിജോസ് വേൾഡ് ഫുഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ആ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹോം റെമഡിയോ ടിപ്പോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ടിപ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുന്നവർക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ 24 hours നിങ്ങൾക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ലൈവ് വരുന്നുണ്ട് ചാനലിൽ. ഓൾറെഡി ടൈം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ ടൈം വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈവിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടക്കും. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ തന്നെ റിപ്ലൈ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും കേട്ടോ. ഇവിടെ പറയുന്ന ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന ആടാണെങ്കിലും അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവർ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ നടത്തി ഒരുപാട് തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബീഫ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലവരൊക്കെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ബീഫ് കഴിക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. നമ്മളിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു തവണ മാത്രം, അത് ചെറിയൊരു തോതിൽ നമ്മൾ ബീഫ് എടുത്തു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ റെഡ് മീറ്റിൻ്റെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ടോ അത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് റെഡ് മീറ്റിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ചാൻസസ് കുറയ്ക്കുമെന്നാണ് പലപ്പോഴും തെളിയിക്കുന്നത് കേട്ടോ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അബോർഷൻ നമുക്ക് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. വീട്ടിൽ റെഡ് മീറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നവർ നന്നായിട്ട് വേവിച്ചതിന് ശേഷം റെഡ് മീറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിലിപ്പോൾ പോർക്കോ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ലാമ്പ് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കുറച്ചൊരു തോതിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ സോസേജ് പോലുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ഹോട്ട് ഡോഗ് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ യൂസ് നമ്മൾ നന്നായിട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും പ്രോസസ്ഡ് ആയിട്ട് വരുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അബോർഷൻ ഉണ്ടാക്കുന്നതിനും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് റെഡ് മീറ്റ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഷുഗർ ഫുഡ്സ് ആണ്. ഇത് ഗ്ലൈക്കാമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനും ഷുഗർ മറ്റുള്ള ഹോർമോൺസിൻ്റെ ലെവൽസിനെ അഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്, നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഷെഡായി പോകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കുറയ്ക്കുക. ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒരുപാട് നേരം നടന്നു വരുമ്പോഴേക്കും ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഉച്ചയോറക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഷുഗർ ലെവൽ എന്തെങ്കിലും ഒന്ന് മധുരം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ കഴിവതും നമ്മൾ ഇതുപോലുള്ള നമ്മുടെ ഗ്ലൈക്കാമിക് ഇൻഡെക്സിൻ്റെ ഹൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാതിരിക്കുക. ചിലവരൊരു ഫ്രിഡ്ജിൽ നിറച്ചു ജിലേബിയോ ലഡുവോ അല്ലെങ്കിൽ മിഠായിയോ എന്തെങ്കിലും കരുതി വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള രീതിക്ക് ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറാനായിട്ട് പാടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഫ്രൂട്ട്സിലോട്ട് മാറാനായിട്ട് നോക്കുക. ഫ്രൂട്ട്സിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിക്കുള്ള ഷുഗർ ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഗ്ലൈക്കാമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. നമ്മുടെ ആ ഒരു ഷുഗറിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ എപ്പോഴും നിങ്ങൾ ഫ്രൂട്ട്സ് വേണം സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക്
പലപ്പോഴും അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വറീഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് തന്നെ റീസൺ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ളതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ലിമിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അടുത്തത് സോൾട്ടി ഫുഡാണ്. നമ്മളിപ്പോൾ ഭക്ഷണത്തിൽ കറിയിൽ ചേർക്കുന്ന ഉപ്പല്ലാതെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നു, ഉപ്പിലിട്ടതാണെങ്കിലും. അതുപോലെ നമ്മളിപ്പോൾ പാക്കറ്റിൽ മേടിച്ചിട്ട് വരുന്ന എന്ത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതിൽ കൂടുതലായിട്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പലഹാരങ്ങളാണെങ്കിലും അതിലെല്ലാത്തിലും കൂടുതലായിട്ട് സോൾട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടി നട്ട്സ് നന്നായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഫെർട്ടിലിറ്റിയിലെ റേറ്റിലൊരു മാറ്റം ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചും പറഞ്ഞൊക്കെ വരുമ്പോഴാണ് പറയുന്നത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സോൾട്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നട്ടാണ് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്നതെന്ന്. ഇപ്പോൾ പിസ്തയൊക്കെ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആൽമണ്ട് ആണെങ്കിലും അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് കഴിക്കാനത് ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല. കാരണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സോൾട്ടി ആയിട്ടുള്ളത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കൂടുതലായിട്ട് സോൾട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇത് ശരീരത്തിൽ പ്രഷർ കൂടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിൻ്റെ ചാൻസ് കൂട്ടുകയും പ്രഗ്നൻസി ആകുന്നതിനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. കറിയിൽ ചേർക്കുന്ന ഉപ്പല്ലാതെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്ന ഉപ്പല്ലാതെ നമ്മൾ കൂടുതലായിട്ട് പാക്കറ്റിൽ വരുന്ന പ്രോഡക്ട്സ്, ഇപ്പോൾ ലേസ് ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള പലഹാരങ്ങൾ, കപ്പവറുത്തതോ ചിപ്സോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അത് ഒറ്റയിരിപ്പിൽ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നല്ലതല്ല. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതിന് മറ്റൊരു റീസൺ ഇതാണ് കേട്ടോ. അടുത്തത് കഫെയിനാണ്. കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും അതിൻ്റെ ലവേഴ്സ് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം 2 നേരം നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ചെറിയൊരു കപ്പിൽ നിങ്ങൾ ചായയോ കോഫിയോ കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷെ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ നമ്മൾ എംപ്റ്റി സ്റ്റമക്കിൽ കുടിച്ചു എന്ന് വിചാരിച്ചിട്ടോ കുടിച്ചു, അങ്ങനെയുള്ള ചെയ്യുന്നവരുണ്ട്. അതേപോലെ ഒരു 11 മണിയാകുമ്പോൾ ചായ കുടിക്കുന്നവരുണ്ട്. അതല്ല ഒരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ചായയും കുടിക്കുന്ന ആളുകളുണ്ട്, ഈവനിങ് കുടിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെന്ന് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പവും നിങ്ങൾ ചായ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ചായ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കഴിക്കുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ഇനി അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ആ ഭക്ഷണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതല്ലാതെ ചായ കുടിക്കുന്നത് നമ്മുടെ ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാക്കുന്നുവെന്നാണ് പലപ്പോഴും ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ കോഫി ലവേഴ്സ് ആണെങ്കിലും 200 mg per day ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോസേജ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഈ 2 കപ്പിനേക്കാളും കൂടുതൽ നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ, 1/4 കപ്പിനേക്കാളും അല്ലെങ്കിൽ 1/4 ലിറ്ററിനേക്കാളും കൂടുതൽ നമ്മൾ കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അതും പലർക്കും ആ ഒരു എന്താ പറയുക അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതിനും കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ക്രിയേറ്റ് ആകുന്നതിനും മിസ്കാരേജ് ഉണ്ടാകുന്നതിനും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന പല ഫുഡ് ഐറ്റംസും നമുക്ക് ശരീരത്തിന് നല്ലതല്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നിസ്സാരമായിട്ട് എടുക്കുന്ന പല ഫുഡ് ഐറ്റംസും ആണിത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രെഡ്, അതുപോലെ നമ്മൾ കുടിക്കുന്ന സോഡ, അതുപോലെ ഫ്രൈഡ് ചിക്കൻ, ക്യാൻഡി, നമ്മളിപ്പോൾ ക്യാൻഡി കഴിക്കുന്നവരുണ്ടാവില്ലേ, മിഠായി പോലുള്ളതൊക്കെ, അത് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഐസ്ക്രീം, അതുപോലെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കാറ്റഗറിയിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഈ ചിപ്സ് എന്ന് പറയുന്നത്. അത് പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുന്നവയാണ്. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഇഷ്ടമുള്ള താല്പര്യപ്പെടുന്ന ഒരുപാട് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും. നമ്മൾ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കുന്നതല്ല പ്രശ്നം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കേടാവാതെ കുറച്ചധികം നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഒരുപാട് പ്രോസസ്സിങ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുന്നത് നന്നായിട്ട് കുറയ്ക്കുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ ആൽക്കഹോൾ കൺസംഷൻ. ഇപ്പോൾ ഹസ്ബൻഡ് കൂടുതലായിട്ട് കുടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പേമിനെ കൗണ്ടിനും അതുപോലെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും ബിയർ കുടിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യൂസേജ് നമുക്ക് എടുക്കുന്നത് ശരീരത്തിലെ ഹോർമോൺസിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. IVF ചെയ്യുന്ന സമയത്ത് വരെ ഡോക്ടേഴ്സ് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 6 കാറ്റഗറിയിൽ പെടുന്നതും. അത് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ
ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം നോർമലായിട്ടും ചിലപ്പോൾ പ്രഗ്നൻസി കിട്ടാത്തത് ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഒരു വീട്ടിലെങ്കിലും വറപലഹാരം ഒരു ദിവസം സ്റ്റോക്ക് ഇല്ലാത്തവർ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വെയിറ്റ് ഇല്ലാത്ത ആളാണെങ്കിലും വണ്ണം കൂടുതൽ ഇല്ലാത്ത ഒരാളാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിന് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നാണ് പലപ്പോഴും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ശ്രമിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പീരിയഡ്സിന്റെ സമയം മുതൽക്ക് ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ക്വാളിറ്റിയോടുകൂടി എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുകയും ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.